ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് വാട്സ് ദ ഇൻസൈഡ് എന്ന പ്രോഗ്രാമിൻ്റെ പരമായിട്ട് ഒരു പുതിയൊരു ഗാഡ്ജറ്റാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഒരുപാട് പഴയ സാധനങ്ങൾക്ക് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സാധനം ആണ് നമ്മളിന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒരു പോർട്ടബിൾ AC. അത് എങ്ങനെയാണ് അതിൽ നമുക്ക് തണുപ്പ് കിട്ടുന്നത്, അതിൻ്റെ ഉള്ളിൽ എന്താണ് എന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ ഒരു ഭാഗമായി മാറുക. അപ്പോൾ നമുക്ക് സമയം ചെലവഴിക്കാതെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പോർട്ടബിൾ AC. ഇത് നമുക്ക് എങ്ങനെ ഇത് ഉപയോഗിക്കാം, ഇതിലൂടെ എങ്ങനെ നമുക്ക് തണുപ്പ് കിട്ടുന്നത്, ഒരു നോർമൽ AC ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ വളരെ വിശദമായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതാണ് പോർട്ടബിൾ ACയുടെ കാർട്ടൂൺ വരുന്നത്. ഈ കാർട്ടൂണിൻ്റെ മുകളിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. സാധാരണ ഇതിൻ്റെ എല്ലാ വീഡിയോസും ചെയ്യാറുള്ളത് ഒരു അൺബോക്സിങ് റിവ്യൂ ആണ് ചെയ്യാറുള്ളത്. നമ്മൾ അൺബോക്സിങ് റിവ്യൂവിൻ്റെ പുറമെ ഇത് കഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള പാർട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് പുറമെ ഇതിൽ വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ പേര് വരുന്നത് പറഞ്ഞാൽ ആർട്ടിക് എയർ എന്നാണ് ഇത് വരുന്നത്. സാധാരണ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത്. വെള്ളം ഒഴിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കൂളിംഗ്, നമുക്ക് റൂം ടെമ്പറേച്ചറിനനുസരിച്ച് കൂളിംഗ് കിട്ടും. അത് സാധാരണ വലിയൊരു AC പവറല്ല, ഒരു നോർമൽ കൂളറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. നല്ല തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ AC ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരാൾക്ക് നല്ല പോലെ ഉപയോഗിക്കാം. പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഫില്ലാക്കി കഴിഞ്ഞാൽ 8 മണിക്കൂർ വരെ അത് നമുക്ക് വർക്കിംഗ് ചെയ്യാം. ഒരു ചെറിയൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് വർക്കിംഗ് ചെയ്യാം. നാട്ടിലൊക്കെ പ്രത്യേകിച്ചും പവർ കട്ടൊക്കെ പോണ സമയത്ത് ഒരു പവർ ബാങ്കിൽ നമുക്ക് ചാർജിങ് ഉണ്ടെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഒരു ചെറിയൊരു ഫാമിലിക്ക് ഒരു റൂമിലൊക്കെ വെച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് വർക്ക് ചെയ്യുമ്പോൾ തന്നെ കൂളിംഗ് സ്റ്റാർട്ടായിട്ടുണ്ടാവും. റൂം ടെമ്പറേച്ചറിനനുസരിച്ച് കൂളിംഗ് നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ഞാനത് ചെക്ക് ചെയ്തു. എനിക്ക് തന്നെ നല്ല ഒരു കംഫർട്ടബിളായി. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് റൂമിലൊക്കെ ഒരു ടേബിൾ മേലൊക്കെ വെച്ചുകൊണ്ട് ഒരാളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ 7 മൾട്ടി കളർ വരുന്നുണ്ട്. 7 കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ലൈറ്റിൻ്റെ പ്രോബ്ലം രാത്രി വരികയാണെങ്കിൽ നമുക്ക് ആ ലൈറ്റിംഗ് ഓഫ് ആക്കിയിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഒരുപാട് കളറിലാണ് ഇതിൻ്റെ തീം ഈ സൈഡിൽ വരുന്നത്. നല്ല ഭംഗിയാണ്. ഒരു ലൈറ്റിംഗ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. USB-യിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ചാർജിങ് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് പ്ലഗ് ചെയ്തിട്ട് ഉപയോഗിക്കണം. ബാറ്ററി ഇതിലില്ല. ഇതാണ് ഇതിൽ വരുന്ന ഫോട്ടോസ് വരുന്നത്. ഓഫീസ് പരമായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഓഫീസിലുള്ള ടേബിൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാൾക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡ്രസ്സിങ് റൂമിൽ, യോഗ, കിച്ചണിൽ, കുട്ടികൾക്ക് സ്റ്റഡി ചെയ്യണ ലിവിങ് റൂമിൽ എല്ലാത്തും ഇത് ഉപയോഗിക്കാം എന്നുള്ളൊരു ഫോട്ടോ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പവർ നെക്കി കഴിഞ്ഞാലൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. കാരണം അതിലിപ്പോൾ നമ്മൾ പവർ ബാങ്കോ അല്ലെങ്കിൽ ചാർജ് പ്ലഗോ കുത്തി കഴിഞ്ഞാലാണ് ഇത് വർക്ക് ചെയ്യുള്ളൂ. ഇതിന് ബാക്കിലാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. അതിന് പുറമെ ഇത് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. അത് നമുക്കിത് വർക്കിംഗ് ചെയ്യാം. നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് വർക്കിംഗ് ചെയ്യാം. അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു പവർ ബാങ്കാണ്. പവർ ബാങ്ക് ഉപയോഗിച്ചതിന് ശേഷം ഇതിൻ്റെ പ്ലഗ് വരുന്നത് ഇവിടെയാണ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ പ്ലഗ് വരുന്നത്. പ്ലഗിൻ്റെ ക്വാളിറ്റി ഒന്നും വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല. കാരണം 30 ദിർഹംസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഓൺലൈനിൽ വരുന്നുണ്ട്. പക്ഷേ ഇത് അത്ര പ്രൊഫഷണൽ, അത്ര ജെന്യൂൻ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് നല്ല ക്വാളിറ്റി സാധനം വരുന്നുണ്ട്. പക്ഷേ 30 ദിർഹംസിലുള്ള മുതൽ ഈ സാധനം അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട്. മുകളിൽ കാണുന്ന ഈ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണായിട്ടുണ്ട്. ഒരു ബ്ലൂ ലൈറ്റിൽ, ഇത് റൗണ്ട് ലൈറ്റിൽ ഇതിങ്ങനെ എപ്പോഴും ഇത് ഓണായി കിടക്കും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പവർ മോഡ് വരുന്നത്, ഇതിൻ്റെ സ്പീഡ് വരുന്നത് 3 ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലോ ലെവലിലാണ് നിൽക്കുന്നത്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ലെവലിലാണ്. ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 3rd ലെവൽ, ഇപ്പോൾ ഹൈ പെർഫോമൻസിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നല്ല കൂളായിട്ടാണ് ഇത്, സ്മൂത്ത് ആയിട്ടാണ്, സൗണ്ട് ഇല്ല. ഞാനിപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന വോയിസിനൊന്നും ഈ ഒരു സൗണ്ട് ബാധിക്കില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ എൻ്റെ റൂമിലുള്ള AC, ജനറൽ AC വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യണതിൽ നല്ല പിടിക്കും. പക്ഷേ ഇതൊരു നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കൂളിംഗ് വരുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കാണിക്കും നമുക്കിതിൽ വെള്ളം ഒഴിക്കാനുള്ള ഒരു ചെറിയ ടാങ്ക് കാണുന്നുണ്ട്. ഇത് ഫുള്ള് ഫില്ലാക്കി കഴിഞ്ഞാൽ 8 മണിക്കൂർ വരെ ഈ വെള്ളം ഇതിൽ സ്റ്റോറേജ് ചെയ്യും. റൂമിൽ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള തണുപ്പും കിട്ടും എന്നാണ് പറയുന്നത്. അതിന് പുറമെ നമുക്കിപ്പോൾ ഒരുപാട് ലൈറ്റുകൾ ഇവിടെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു ഗ്രീൻ ലൈറ്റാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. അതിന് പുറമെ നമുക്കിവിടെ ലൈറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഈ ബട്ടണിൽ നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ തീം ലൈറ്റ് കംപ്ലീറ്റ് ഓഫ് മോഡലാണ് കിടക്കുന്നത്. നമുക്ക് ലൈറ്റ് വേണമെങ്കിൽ വീണ്ടും ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 7 കളറിൽ വരുന്നുണ്ടെന്നാണ് നമ്മുടെ ഇതിൽ കാണിക്കുന്നത്. റെഡാണ് ഇപ്പോൾ കത്തുന്നത്. അത് കഴിഞ്ഞാൽ ബ്ലൂ, ഗ്രീന്, വയലറ്റ്, ഗ്രീന്,
അങ്ങനത്തെ ഒരുപാട് കളറിൽ നമുക്ക് ഇവിടെ ഇതിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണമെങ്കിൽ നമുക്ക് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ കൂടുതൽ വെള്ളം ഫില്ല് ചെയ്യണില്ല, ഓപ്പൺ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ വെള്ളം ഫില്ല് ചെയ്യണില്ല. ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു അടിച്ചിലൂടെ നമ്മൾ വെള്ളം ഇതിൽ ഫില്ല് ചെയ്യുക. മാക്സിമം ഫുള്ള് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു രാത്രി, അതായത് രാത്രി ഉറങ്ങുന്ന സമയം മുതൽ രാവിലെ എണീക്കുന്ന സമയം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഇപ്പോൾ വെള്ളം നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്, ഏകദേശം ഇത്ര വെള്ളം ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇതുവരെ നമുക്ക് മാക്സിമം നമുക്ക് ഫില്ല് ചെയ്യാം. കാരണം ഇതിപ്പോൾ ഊരാൻ പോകുന്നത് കൊണ്ട് ഞാൻ വെള്ളം നമ്മുടെ ഈ ടേബിളിലൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ടുള്ളത്. വെള്ളം ഇതിലേക്ക് ഫില്ല് ചെയ്യുന്നിടത്തോളം തണുപ്പ് കൂടി വരുന്നുണ്ട്. അതേമാതിരി അതിന് പുറമെ നല്ല തണുത്ത ഐസ് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നല്ല AC-യുടെ കൂളിംഗ് കിട്ടുന്നത് പോലെ തന്നെ തണുത്ത വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ എങ്ങനെ തണുപ്പ് വരുന്നത്, ഇതിൻ്റെ ഉള്ളിൽ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനപ്പോൾ പവർ ഓഫ് ചെയ്യുകയാണ്. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നെറ്റ് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു ഫിൽറ്ററാണ്. ഈ ഒരു ഫിൽറ്റർ നമുക്ക് എങ്ങനെ ഊരാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ താഴെ കിടക്കുന്നത് ഫുള്ള് വെള്ളമാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതൊരു പേപ്പറാണ്. ഇതാണ് ഇതിൻ്റെ ടെക്നോളജി. ഈ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതിലെങ്ങനെ തണുപ്പ് വരുന്ന ഒരു ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഇതിലൂടെ ചൂട് കാറ്റൊക്കെ വന്നതിന് ശേഷം ഇതിലൂടെ ഈ ഫാനിലൂടെ കറങ്ങി ഇതിൻ്റെ ഈ ഫിൽറ്റർ ഇവിടെ താഴെ കാണുന്ന ഈ വെള്ളം ഈ ഫിൽറ്റർ ചെയ്തതിന് ശേഷം ഇതിലൂടെ ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിലൂടെ പോകുന്ന നമുക്ക് കിട്ടുന്ന കാറ്റ് പറഞ്ഞാൽ തണുത്ത കാറ്റാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇതിൻ്റെ ഈ ഫിൽറ്റർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കംപ്ലൈൻറ്റ് വരുത്താത്ത രീതിയിൽ, അതായത് കാരണം ഇത് പുതിയ സാധനമാണല്ലോ, നമുക്ക് ഇനിയും ഉപയോഗിക്കാം. ഇത് നമ്മൾ പുറത്തെടുത്ത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാം ഒരു ഫിൽറ്റർ. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു പേപ്പർ മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ നനഞ്ഞിട്ടുണ്ട്, കാരണം ഇതിന്മേൽ വെള്ളമുണ്ട്. ഈ പേപ്പറുകൾ ഒരുപാട് ലെയറായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. ഈ ലെയറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിനുള്ളിൽ കാണുന്ന, അപ്പോൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നത് കണ്ടില്ലേ, ഈ പേപ്പർ ഈ വെള്ളത്തിൽ പകുതി തട്ടിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഫാൻ നല്ല സ്പീഡിൽ കറങ്ങിയതിന് ശേഷം ഈ വെള്ളം ഈ പേപ്പർ പിടിച്ചെടുത്തുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ എഡ്ജിലൂടെ ആ ഫാനിൻ്റെ ശക്തി കൊണ്ട് ഈ വെള്ളത്തിൻ്റെ തണുപ്പാണ് നമുക്ക് ഇതിലൂടെ പാസ് ചെയ്ത് കിട്ടുന്നത്. നിങ്ങളൊരു പക്ഷേ ഇതിൽ വെള്ളമില്ലാതെ ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം തണുത്ത കാറ്റ് കിട്ടണമെന്നില്ല. സാധാരണ നോർമൽ ഒരു ഫാനിൻ്റെ കാറ്റ് കിട്ടുള്ളൂ. പക്ഷേ നിങ്ങളിതിൽ ഒഴിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പിനനുസരിച്ചായിരിക്കും നമുക്കിത് കൂളിങ് നമുക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൽ ഉപയോഗിക്കുന്ന ടിപ്സ്. വേറെ കൂടുതൽ സാധനങ്ങളൊന്നും ഇതിലില്ല. കുറച്ച് ലെയറായിട്ട് ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന, അതായത് അത്യാവശ്യം ഉണ്ടാക്കാൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു കാണുന്ന ഒരു ഫോൾഡറിൽ ഇത് വെച്ചിട്ട് ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഊരെടുത്തപ്പോൾ ആകെ ഇതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത് ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗം അതുപോലെ തന്നെ ഈ ഒരു സാധനം നമുക്ക് ഊരെടുക്കാം. പിന്നെ കാണുന്നത് ഈ ടാങ്കിൽ ഫുള്ള് വെള്ളമാണ്. ഇവിടെ കാണുന്ന ഒരു റബ്ബറിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് നമുക്ക് ഊരെടുക്കാൻ പറ്റില്ല. കാരണം ഊരെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും അറിയില്ല. അതുകൊണ്ടാണ് ഊരെടുക്കാത്തത്. കാരണം ഇത് പുതിയ സാധനം ആയതുകൊണ്ട് നമുക്കിത് ഡാമേജ് വരുത്താൻ താല്പര്യമില്ല. ഇപ്പോൾ ഇത് ഞാൻ അതുപോലെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് തിരിച്ചു അങ്ങോട്ട് തന്നെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഇനി വീണ്ടും ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഇത്ര ഉള്ളു പരിപാടി. വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്. സ്പീഡ് നമുക്ക് കൂട്ടി മാക്സിമം ഇപ്പോൾ സ്പീഡിലുള്ളത്. അപ്പോൾ നമ്മളിതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കി. ഞാൻ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യണ AC ഞാൻ ആക്കിയിട്ട് ഇതിൻ്റെ സൗണ്ട് നമുക്ക് എത്രത്തോളം സ്മൂത്താണ് നോക്കാം. കാരണം എനിക്ക് പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബൊക്കെ ചെയ്യുന്ന കണ്ടൻറ് ക്രിയേറ്റർമാർക്ക് നല്ല സൗണ്ട് നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒരുപാട് നോയ്സ് ഒന്നും ഇല്ലാതെ നല്ല ക്ലിയറിലുമാണ് നമ്മൾ വീഡിയോ എടുക്കണം. അപ്പോൾ ഞാൻ ഈ AC ഓഫ് ആക്കിയിട്ട് ഇതിൻ്റെ സൗണ്ട് നമുക്ക് ഡിസ്റ്റർബ് ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ AC ഓഫാക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇത്ര സൗണ്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ടാണ്. നമുക്കൊരു കാരണം ഒരു തരത്തിലും നമുക്ക് ഡിസ്റ്റർബ് വരില്ല. ഒറ്റയ്ക്ക് റൂമിലൊക്കെ ഇരുന്നൊരു വർക്കിംഗ് ചെയ്യുകയാണെങ്കിൽ ഇത് ധാരാളം
നമുക്ക് ഈ ചൂട് കാലത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല ചൂടാണ്, യു എയിലേക്ക് നല്ല ചൂട് സമയമാണ്, ഏറ്റവും ടോപ്പ് ചൂടിൻ്റെ സമയത്താണ്. അപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു വീഡിയോസ് ഒന്നും എടുക്കാൻ നമുക്ക് സാധിക്കില്ല. പിന്നെ ഈ സാധനം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ ഇതുപോലെ ഓൺലൈനിൽ കാണാറുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ ഈ ഒരു സാധനം വാങ്ങി പരീക്ഷിക്കാം. എനിക്ക് ഈ റൂമിലുള്ള ഈ വലിയ ജനറൽ എസിൻ്റെ സൗണ്ട് വളരെ ഡിസ്റ്റർബ് ആയിട്ടാണ് ഞാൻ ഈ സാധനത്തിനോട് എനിക്കൊരു വലിയൊരു താല്പര്യം തോന്നിയത്. ഇതിൻ്റെ പ്രൈസ് തന്നെ വളരെ കുറഞ്ഞൊരു പ്രൈസ് വരുന്നതുള്ളൂ. 30 ദിർഹംസാണ് യു എയിൽ പ്രൈസ് വരുന്നത്. നല്ല സ്മൂത്തുള്ള കാറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ എ സി ഒന്നും ഇട്ടിട്ടില്ല, നല്ല ഇത് മാത്രം വർക്ക് ചെയ്യണം, നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ സാധനം നാട്ടിലൊക്കെ ഉണ്ടെങ്കിൽ, പവർ കട്ടൊക്കെ ഉള്ള സമയത്ത് ഈ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പോർട്ടബിൾ എ സി എന്ന നിലയ്ക്ക് നല്ലൊരു യൂസ്ഫുൾ തന്നെ ആയിരിക്കും. കാരണം ഒരു ചെറിയ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു ദിവസം ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ പരിചയപ്പെടുത്തി തന്നു. ഒരു അൺബോക്സിങ് എന്ന രീതിയിലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള രീതിയിലും എല്ലാ ഭാഗവും ഞാൻ പരിചയപ്പെടുത്തി തന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഞാൻ ഷിഹാബ്. ഓക്കെ, ബൈ, സീ യു. The habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless.